ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാഴക്കുടപ്പിൻ്റെ ഒരു കട്ട്ലേറ്റാണ്. നല്ല ടേസ്റ്റി കട്ട്ലേറ്റാണ്. ഇത് നമ്മളെ തൊടിയിൽ തന്നെ ഉണ്ടായതാണ്. അപ്പം നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ച് നല്ലപോലെ 5-10 മിനിറ്റ് നേരം വെന്ത് കഴിയുമ്പോൾ അത് നമുക്ക് വറ്റിച്ചെടുത്ത് നമുക്ക് ഒരു കുക്കറിനകത്ത് ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള വാഴക്കുടപ്പം ചേർത്ത് നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് പെരിഞ്ജീരകം, അര ടീസ്പൂൺ പെരിഞ്ജീരകം മതി, അതിട്ട് നല്ല പൊട്ടി വരുമ്പോൾ കുറച്ച് സബോള അതിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇടണം. ഉപ്പുപൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലെല്ലാം ഉപ്പ് പിടിക്കാനാണ്. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ച വെജിറ്റബിളിലും കുറേശ്ശെ ഉപ്പിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള ആദ്യം തന്നെ വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് വഴന്ന് വരുമ്പോൾ ചെറിയ വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം പെട്ടെന്ന് വേവും കേട്ടോ, ഒരു 5 മിനിറ്റ് കൊണ്ട് വേവും. അത് കഴിഞ്ഞ് നമുക്കതെടുത്ത് എല്ലാം മാറ്റി നമുക്ക് ക്യാരറ്റ് സെപ്പറേറ്റ് ആയിട്ട് വഴറ്റാം. പിന്നെ നമുക്ക് ബീൻസ്, അതുപോലെ തന്നെ ബീൻസും സെപ്പറേറ്റ്. ഇതിലെല്ലാം നേരത്തെ ഉപ്പ് പൊടി ഇട്ടത് കണ്ടല്ലോ, അപ്പോൾ ഉപ്പെല്ലാം പിടിക്കും കേട്ടോ. അപ്പം നല്ലപോലെ വഴറ്റിയെടുത്ത് മാറ്റി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇടിച്ച മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില, എല്ലാ കൂട്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മിക്സും ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഉരുള പിടിച്ചെടുക്കാം. അപ്പോൾ കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ഉരുള പിടിച്ച് മുട്ടയുടെ വെള്ളയിൽ അമർത്തി റസ്ക് പൊടിയിലിട്ട് നമുക്ക് ഓരോന്നും ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ നല്ലപോലെ വറുത്ത് കോരിയെടുക്കാം. ഒരു വശം നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷമേ മറിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് വെജിറ്റബിൾ ധാരാളം കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഇതുപോലെ മറിച്ചിടണം. വളരെ കെയർഫുള്ളായിട്ട് വേണം മറിച്ചിടാൻ കേട്ടോ. അങ്ങനെ ഓരോന്നും ഇത് നമ്മൾ കട്ട്ലേറ്റ് റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റി കട്ട്ലേറ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ടേസ്റ്റി വീഡിയോസ്, ടേസ്റ്റി ഫുഡായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ.